സോ ഇതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സട്ടിൽ പാർട്ടി ലുക്ക്. ഹലോ ആൻഡ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു മലബാർ മിങ്കിൾ. ഞാൻ ഹനാൻ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സിമ്പിൾ പാർട്ടി മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. ഐ എം നോട്ട് ഗോണ ഗോ ഓവർ ദ ടോപ്പ്. ഒരു സട്ടിൽ ഗ്ലാം ലുക്ക്, എക്സാക്ട്ലി അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അധികം സംസാരിച്ച് ഡിലേ ആക്കാണ്ട് വീഡിയോയിലേക്ക് കടക്കാം. സോ ആദ്യം തന്നെ എൻ്റെ സ്കിൻ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ NYBന്റെ പ്രോ സ്ട്രോബ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഇൻ ദ ഷെയ്ഡ് പിങ്ക് ടൊപ്പാസ്. ഇതൊരു പ്രൈമർ പ്ലസ് സ്ട്രോബ് ക്രീം പോലൊരു പ്രോഡക്റ്റ് ആണ്. ബേസിക്കലി എ 2-in-1 പ്രോഡക്റ്റ്. ഐ റിയലി ലവ് ദ ഫോർമുല. എൻ്റെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ല പ്രൈമർ ആയിട്ടും ഇത് ആക്ട് ചെയ്യും. ഇത് ഓൾസോ നിങ്ങൾക്ക് നിങ്ങളുടെ മേക്കപ്പിന്റെ മേലെയും അപ്ലൈ ചെയ്യാം, ലൈക്ക് എ ഹൈലൈറ്റർ ഓൺ യുവർ ഹൈ പോയിന്റ്സ്. ഇറ്റ് റിയലി വർക്ക്സ് ദാറ്റ് വേ ബിക്കോസ് ഇതിനകത്ത് വിസിബിൾ ഷിമ്മർ പാർട്ടിക്കിൾസ് ഒന്നുമില്ല, വിച്ച് ഐ റിയലി ലൈക്ക്. ഇനി ലിപ്സിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഇവ ഹെർബൽസിന്റെ സ്ട്രോബെറി ലിപ് ബാമും കൂടി അപ്ലൈ ചെയ്യാണ്. ഇറ്റ് ഹാസ് എ പ്രിറ്റി ഗുഡ് പിഗ്മെന്റ് ആൻഡ് ഇതിന്റെ ലിപ്സിനെ എൻറ്റയർ ഡേ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം. ഓക്കെ, സോ മൈ സ്കിൻ ഇസ് വെൽ പ്രെപ്ഡ്. ഇനി ബാക്കിയുള്ള പ്രോസസ്സ് ഞാനൊരു വോയിസ് ഓവർ ഫോമാറ്റിലായിരിക്കും കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, എൻ്റെ ഡേ ലൈറ്റ് ഇപ്പോൾ പോവും. പ്ലസ് എനിക്ക് മേക്കപ്പ് പെട്ടെന്നൊന്ന് ചെയ്ത് തീർക്കണമെന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ഫസ്റ്റ് ഞാൻ ഈ ഇൻസൈറ്റിന്റെ പ്രോ കൺസീൽ പാലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആസ് യു കെൻ സി എൻ്റെ ഫേസിൽ നിന്ന് അത്യാവശ്യം കുറച്ച് ബ്ലെമിഷസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ഓറഞ്ച് ആൻഡ് പീച്ച് കറക്റ്റ് മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഓൺലി ഓൺ ദി ഏരിയാസ് വെർ ഐ ഹാവ് പിഗ്മെന്റേഷൻ. ഓക്കെ, അത് എൻ്റെ ചീക്സിൻ്റെ ഏരിയ ആണ് കൂടുതലും. പിന്നെ എൻ്റെ അണ്ടർ ഐസിലും കൂടി ഞാൻ അത് അപ്ലൈ ചെയ്യാണ്. Now once that is done, ഞാൻ ഈ ഷുഗർ പോപ്പിന്റെ ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത് ഇൻ ദ ഷെയ്ഡ് 03 വാൾനട്ട്. Now ഈ ഒരു ഫൗണ്ടേഷൻ എനിക്ക് പെർഫെക്റ്റ് മാച്ച് ആണ്. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ഇത് സെറ്റ് ചെയ്യണം. യു നീഡ് ടു സെറ്റ് ദിസ് വിത്ത് എ പൗഡർ, അതല്ലെങ്കിൽ ഇത് മൂവ് ആവും ഫേസിൽ നിന്ന്. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ് ഇൻ കേസ് യു വാണ്ട് പർച്ചേസ് ദിസ്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ്, ദിസ് ഇസ് എ ഗ്രേറ്റ് ഫൗണ്ടേഷൻ. ഇതിന്റെ കോലം കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. I've been using it for quite some time and I'm really enjoying this. നല്ല ലൈറ്റ് വെയ്റ്റ് ഫോമുലയാണ്, മീഡിയം ടു ഫുൾ കവറേജ് തരുന്നൊരു പ്രോഡക്റ്റും കൂടിയാണ്. നെക്സ്റ്റ് ഐ എം ഗോയിങ് ഇൻ വിത്ത് ദിസ് കൺസീലർ ഫ്രം ടിപ്സി ബ്യൂട്ടി. ഇത് അവരുടെ ഹാങ് ഓവർ പ്രൂഫ് ഫുൾ കവറേജ് കൺസീലർ ആണ് ഇൻ ദ ഷെയ്ഡ് 03 പിനാക്കലാഡ. പേര് പോലെ തന്നെ ഇതൊരു ഫുൾ കവറേജ് പ്രോഡക്റ്റ് ആണ്. ആസ് യു കെൻ സി ഇതെനിക്ക് 2 ഷെയ്ഡ് ലൈറ്റർ ആണ്. എനിക്ക് എൻ്റെ അണ്ടർ ഐസ് ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് ഓഫ് കൺസീലർ ഇന്ന് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് എ ഫുൾ കവറേജ് പ്രോഡക്റ്റ്. നല്ല ഈസിലി ബ്ലെൻഡ് ആവുന്നൊരു കൺസീലർ ആണ്. ഇത് എൻ്റെ ഫേസിൽ എനിക്ക് എവിടെയൊക്കെ എൻഹാൻസ് ചെയ്യണം അവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അണ്ടർ മൈ ഐസ്, ഓൺ ദ ബ്രിഡ്ജസ് ഓഫ് മൈ നോസ്, എൻ്റെ ഫോർ ഹെഡ്, ചിൻ. പിന്നെ എനിക്ക് നേരത്തെ ബ്ലെമിഷസ് ഉണ്ടായിട്ട് ഞാൻ ഹൈഡ് ചെയ്തില്ലേ, അവിടെയും കൂടി ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ടു ഈവൻ ഔട്ട് മൈ സ്കിൻ. ഇനി കൺസീലർ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വാട്ട് എവർ ഇസ് ലെഫ്റ്റ് ഓൺ ദ ബ്യൂട്ടി ബ്ലെൻഡർ അത് ഞാൻ എൻ്റെ ഐലിഡ്സിൻ്റെ മേലെയും കൂടി അപ്ലൈ ചെയ്യാണ്. എൻ്റെ ഐ ഷാഡോവിന് ഒരു ബേസ് വേണമല്ലോ, അതിനായിട്ട്. Now once the blending is done, you can see how beautiful and seamless my skin looks. എനിക്ക് ഈ ഒരു ഫൗണ്ടേഷനും കൺസീലറും ഹാൻഡ് ഇൻ ഹാൻഡ് ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് സാധനങ്ങളാണ്. ഇനി ഫോർ മൈ ഐ ലുക്ക് ഞാൻ ഈ മേക്കപ്പ് റെവല്യൂഷൻ്റെ പാലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ഫിംഗർ വെച്ച് തന്നെ എടുത്തിട്ട് ഞാനിത് എൻ്റെ ഐലിഡ്സിൻ്റെ മേലെ അപ്ലൈ ചെയ്യണം. യെസ്, ഓൺ മൈ എൻറ്റയർ ഐലിഡ്. വേറെ ഒന്നുമല്ല, എനിക്ക് നല്ലൊരു ബേസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ അത്ര ഡ്രമാറ്റിക് ഐ ഒന്നും അല്ല ചെയ്യുന്നത്. വി ആർ ഗോണ ഗോ ഫോർ എ വെരി സട്ടിൽ ഷിമ്മറി ഐ ലുക്ക്. സോ ഈ ബ്രൗൺ ഐ ഷാഡോ നല്ലോണം കൈവച്ച് തന്നെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ചാർമസി മിലാനോന്റെ ഐ ഷാഡോ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് അവരുടെ സ്റ്റാർ ബോംബ് ഐ ഷാഡോ ആണ് ഇൻ ദ ഷെയ്ഡ് 05. ഐ റിയലി ലവ് ഇതിൻ്റെ ഒരു കളർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ കുറച്ച് എൻ്റെ ഫിംഗറിൽ തന്നെ എടുത്തിട്ട് എൻ്റെ ഐലിഡ്സിൻ്റെ മേലെ മൊത്തത്തിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇനി ഞാൻ ഈ ഐ ഷാഡോ എൻ്റെ ബ്രൗ ബോണിൻ്റെ അടുത്തും കൂടി എത്തിക്കാണ്. വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞു എനിക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഐ ലുക്കാണ് വേണ്ടത്, പക്ഷെ അതേസമയം ഐ വാണ്ട് മൈ ഐ ടു ബി ദ മെയിൻ ക്യാരക്ടർ. സോ വൺസ് അഗെയിൻ ഞാൻ എൻ്റെ മേക്കപ്പ് റെവല്യൂഷൻ പാലറ്റ് എടുത്തിട്ട് അതിലെ സിൽവർ ഷെയ്ഡ് ഞാൻ എൻ്റെ ഇന്നർ കോർണേഴ്സിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നൗ ദിസ് റിയലി ബ്രിങ്സ് ഇൻ മൈ ഐ ലുക്ക്. ഓക്കെ, ഇതാണ് എൻ്റെ എൻറ്റയർ ഐ ലുക്ക് ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു പ്രോസസ്. ഇഫ് യു നോ മീ, യു നോ ഹൗ മച്ച് ഐ ലവ് ടച്ചിങ് അപ്പ് മൈ ഇന്നർ കോർണേഴ്സ്. ഇനി ഞാൻ ഇബ കോസ്മെറ്റിക്സിന്റെ കാജൽ വെച്ചിട്ട് എൻ്റെ ഐസ് ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്യാണ്. യു ഗൈസ് നോ ഐ വിൽ ഓൾവേസ് ടൈറ്റ് ലൈൻ മൈ ഐസ് നോ മാറ്റർ വാട്ട്. ഇനി അത് കഴിഞ്ഞാൽ ഞാൻ ഈ സ്വിസ് ബ്യൂട്ടീൻ്റെ സ്കെച്ച് സ്പാർക്കിൾ ലൈനർ യൂസ് ചെയ്തിട്ട് എൻ്റെ ഐസ് ഒന്ന് ലൈൻ ചെയ്യാണ്. ആസ് യു കെൻ സി ഞാൻ ഫുള്ളായിട്ട് ഐസ് ലൈൻ ചെയ്യുന്നില്ല, ജസ്റ്റ് എൻ്റെ ഐസിൻ്റെ പകുതി മുതൽ മാത്രമേ ഞാൻ ലൈൻ ചെയ്യുന്നുള്ളൂ, ബിക്കോസ് ഐ വാണ്ട് ദാറ്റ് ലിഫ്റ്റഡ് സോർട്ട് ഓഫ് ആൻ ഐ എഫക്റ്റ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഐലൈനർ തന്നെ യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഈ ബ്രൗൺ അപ്ലൈ ചെയ്തത്. ബട്ട് ആസ് യു കെൻ സീ ഇറ്റ്സ് എ വെരി ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആയാലും ബ്രൗൺ ആ ഒരു ഡിഫറൻസ് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. നെക്സ്റ്റ് ഞാൻ ഈ മേബിലിൻ്റെ ഫോൾസി സ്ലാഷ് ലിഫ്റ്റ് വാട്ടർ പ്രൂഫ് മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഐ റിയലി ലൈക്ക് ദിസ് മസ്കാര ടു ബി ഓണസ്റ്റ്. നല്ല വോള്യൂം തരും, പ്ലസ് എൻ്റെ ജീവനില്ലാത്ത ഐലാഷിന് നല്ലൊരു ലൈഫ് തരുന്നൊരു പ്രോഡക്റ്റ് ഇത്. ഞാൻ ഇതിൻ്റെ മേലത്തെ ഐലാഷിനും താഴത്തെ എൻ്റെ വാട്ടർ ലൈനിലെ ഐലാഷിൻ്റെ മേലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ യൂഷ്വലി അത് ചെയ്യാറില്ല, ബട്ട് ടുഡേ ഐ എം ഗോയിങ് ഫോർ like a very open eye sort of a look. So yes, I'm applying it all over my eyelashes.
ആൻഡ് ദെൻ ഞാൻ ഈ പാക്കിൻ്റെ ഐബ്രോ ഡിഫൈനർ യൂസ് ചെയ്തിട്ട് എൻ്റെ ഐബ്രോസും കൂടി ഒന്ന് സെറ്റ് ചെയ്യാണ്. ആസ് യു ക്യാൻ സീ ഞാൻ എൻ്റെ ഐബ്രോസ് ത്രെഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇറ്റ് ഡസ് ലുക്ക് എ ലിറ്റിൽ വിയേർഡ്. പക്ഷേ എന്നാലും ഇറ്റ്സ് ഓക്കെ, ലെറ്റ്സ് വർക്ക് വിത്ത് ഇറ്റ്. കാരണം എനിക്ക് പാർലറിൽ പോകാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിതിൽ സെക്കൻഡ് ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഡാർക്ക് ബ്ലാക്ക് എൻ്റെ ഐബ്രോസിൽ യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ആൻഡ് ദി അതർ കളർ ഹാസ് എ വെരി റെഡ് അണ്ടർടോൺ ആൻഡ് എൻ്റെ ഐബ്രോസ് ഇസ് പ്രോപ്പർ ലൈക്ക് ബ്ലാക്ക് ബ്രൗൺ ആ ഒരു ഷെയ്ഡിലാണ്. ഞാൻ യൂഷ്വലി എൻ്റെ ഐബ്രോസ് എപ്പോഴും ബ്രൗൺ കളർ പെൻസിൽ അല്ലെങ്കിൽ ബ്രൗൺ കളർ ഇതുപോലുള്ളൊരു ഡിഫൈനർ യൂസ് ചെയ്തിട്ടാണ് ഐബ്രോസ് ചെയ്യാറ്. നൗ മൂവിങ് ബാക്ക് ടു മൈ ഫേസ്, ഞാൻ ഈ ബ്ലൂ ഹെവൻ്റെ കിസ് ആൻഡ് ബ്ലഷ് ആണ് യൂസ് ചെയ്യുന്നത് ഇൻ ദ ഷെയ്ഡ് റോസി ഡസ്ക്. Now this is a beautiful cheek tint, ഈസി ആണ് അപ്ലൈ ചെയ്യാൻ ആൻഡ് ഇറ്റ് ഇസ് വെരി അഫോർഡബിൾ. ഞാൻ ഓണസ്റ്റ്ലി ഇത്രത്തോളം പിഗ്മെന്റ് ഇതിൻ്റെ അകത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ബട്ട് ഐ എം റിയലി എൻജോയിങ് ദിസ് പ്രോഡക്റ്റ്. നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് ആൻഡ് ഇറ്റ്സ് വെരി ഈസി ടു ബ്ലെൻഡ് വിത്ത് യുവർ ഫിംഗേഴ്സ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫേസ് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഷുഗറിൻ്റെ ലൂസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഇൻ ദ ഷെയ്ഡ് 15 Cappuccino ആൻഡ് ദിസ് ഇസ് ദി ഓൺലി ലൂസ് പൗഡർ ദാറ്റ് ഐ ഓൺ. സോ ഞാനിത് അപ്ലൈ ചെയ്യുന്നത് എവിടേക്കാണോ എൻ്റെ ഫേസ് സ്വെറ്റ് ആവാൻ ചാൻസ് ഉള്ളത് അവിടെയൊക്കെ ഞാനിത് അപ്ലൈ ചെയ്യുന്നുണ്ട്. മൈ ഫോർ ഹെഡ്, മൈ നോസ് റീജിയൻ, അണ്ടർ മൈ ഐസ്, എല്ലായിടത്തും ബേസിക്കലി എൻ്റെ എൻറ്റയർ ഫേസ് ഞാൻ ഇത് വെച്ച് സെറ്റ് ചെയ്യാണ്. ആൻഡ് ഫൈനലി ഫോർ മൈ ലിപ്സ് ഞാൻ ഈ എഡ്ജ് ഓഫ് ഡിസയറിൻ്റെ ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യുന്നത് ഇൻ ദ ഷെയ്ഡ് ബെറി സ്പ്ലാഷ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡ്. ഇത് ഞാൻ വെച്ച് ഞാൻ എൻ്റെ ലിപ്പിൽ ലൈൻ ചെയ്തിട്ട് ആസ് യു ക്യാൻ സീ ഞാൻ എൻ്റെ ലിപ്സിൻ്റെ ഉള്ളിലേക്കും കൂടി ഞാനിത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐ റിയലി ലവ് അപ്ലൈങ് എ ലിപ്പ് ലൈനർ ഓൾ ഓവർ മൈ ലിപ്സ്, ഐ ബി വെരി ഓണസ്റ്റ്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഈ NYBൻ്റെ ഈ 5-in-1 ലിപ്സ്റ്റിക് ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ലിപ്സ്റ്റിക്. പക്ഷെ ഇതിൻ്റെ ഷെയ്ഡ് പേരെന്താണെന്ന് എനിക്ക് അറിയില്ല, കാരണം ഇതിൽ 5 ഷെയ്ഡ് വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി ഈസി ടു അപ്ലൈ ആൻഡ് നല്ല സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ആവും ഓൺ ലിപ്സ്. ഐ റിയലി എൻജോയ് യൂസിങ് ദിസ് എ ലോട്ട്. ആക്ച്വലി ഞാനിത് എപ്പോഴും ട്രാവലിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇൻ കേസ് യു വാണ്ട് എ ഗുഡ് ട്രാവൽ ഫ്രണ്ട്ലി ലിപ്സ്റ്റിക്, ദിസ് ഇസ് എ ഗ്രേറ്റ് വൺ. ഫൈനലി എൻ്റെ എൻറ്റയർ മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ NYBൻ്റെ ഡ്യൂയി സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് എൻ്റെ എൻറ്റയർ ഫേസിൽ നല്ലോണം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഐ എം ജസ്റ്റ് ഫാനിങ് ഇറ്റ് ഔട്ട്. ആൻഡ് ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സിമ്പിൾ സട്ടിൽ ഗ്ലാം ലുക്കാണ്. ഡ്രമാറ്റിക് ആയിട്ട് ഇവിടെ ഒന്നുമില്ല. ഇഫ് യു നോ മീ, എനിക്ക് ഈ ഡ്രമാറ്റിക് ഐ ലുക്കും കാര്യമൊന്നും അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ദിസ് ഇസ് മൈ സ്റ്റൈൽ. ഓക്കെ, ദിസ് ഇസ് എൻറ്റയർലി മീ, ദിസ് ഇസ് എൻറ്റയർലി മൈ സ്റ്റൈൽ. സോ നിങ്ങൾക്കും ഇതുപോലുള്ള ലുക്സ് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ പ്ലീസ് ട്രൈ ആൻഡ് റിക്രിയേറ്റ് ദിസ് ലുക്ക് ആൻഡ് റിക്രിയേറ്റ് ചെയ്ത ഫോട്ടോസ് എനിക്ക് അയച്ചു തരാം. ഐ വുഡ് ലവ് ടു സീ ദം. I really hope you guys enjoyed watching this video. If you did, you know what to do. Video like, share, and please subscribe to my channel. That would mean the world to me. Also, ഇനി എന്തൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് താഴെ കമന്റ് സെക്ഷനിൽ പറയാം. ആൻഡ് ഞാൻ അതുപോലുള്ള വീഡിയോസ് ചെയ്തു തരുന്നതായിരിക്കും. സോ യെസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. I really hope you guys enjoyed watching this. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ യഥാശിസ്.